ഈ ഒരു ഈതർ എന്ന് പറയുന്ന ഒരു മീഡിയം സ്പേസ് മുഴുവൻ അല്ലെങ്കിൽ യൂണിവേഴ്സ് മുഴുവൻ ഫില്ല് ചെയ്തിരിക്കുകയാണ്. അതിനകത്തൂടെ ലൈറ്റിന് ഈസി ആയിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റും. ലൂമിനിഫറസ് ഈതർ എന്നാണ് നമ്മളിതിനെ പറയുന്നത്. അന്നേരം ഈ ഒരു ഈതർ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് കാണിക്കാനായിട്ട് മൈക്കിൾസൺ ആൻഡ് മോർലി എന്ന് പറഞ്ഞിട്ട് രണ്ട് സയൻറ്റിസ്റ്റുകൾ ഒരു എക്സ്പെരിമെൻ്റ് നടത്തി. അതിനെയാണ് മൈക്കിൾസൺ മോർലി എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്. അവർ ചെയ്തതെന്ന് പറഞ്ഞാൽ പല സ്ഥലങ്ങളിൽ പല സമയത്ത് ആയിട്ടാണ് ഈ എക്സ്പെരിമെൻ്റ് നടത്തിയത്. എങ്കിൽ പോലും ഇങ്ങനെ ഒരു ഈതർ മീഡിയം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് അവർക്ക് ഒരിക്കലും പ്രൂവ് ചെയ്യാനായിട്ട് പറ്റിയില്ല. ഇതിനെയാണ് നമ്മൾ മൈക്കിൾസൺ മോർലി എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്. The purpose of Michelson-Morley experiment was to confirm the existence of an absolute frame of reference, stationary ether. അന്നേരം ഒരു ഈതർ അല്ലെങ്കിൽ ആബ്സല്യൂട്ട് ഫ്രെയിം ഓഫ് റെഫറൻസിൻ്റെ എക്സിസ്റ്റൻസ് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായ ഒരു എക്സ്പെരിമെൻ്റ് ആണ് മൈക്കിൾസൺ-മോർലി എക്സ്പെരിമെൻറ്റ്. ഇഫ് ദ ഈതർ ഈസ് അറ്റ് റെസ്റ്റ് when the earth moves through it, there must be a relative velocity of the earth with respect to either. അതിപ്പോൾ ഈതർ റെസ്റ്റിലാണ് അല്ലെങ്കിൽ എർത്ത് മൂവ് ചെയ്യുന്ന സമയത്ത് ഈതർ റെസ്റ്റിലാണെങ്കിൽ എർത്തിനും ഈതറിനും ഇടയ്ക്ക് എന്തുണ്ടാവും? ഒരു റിലേറ്റീവ് മോഷൻ ഉണ്ടാവണം. വാട്ട് ദേ ഡിഡ് വാസ് ടു മെഷർ ദ ഡിഫറൻസ് ഇൻ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ഡിഫറെൻറ്റ് ഡയറക്ഷൻ. എർത്ത് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഈതർ റെസ്റ്റിലാണ്. ദെയർ വിൽ ബി എ റിലേറ്റീവ് മോഷൻ ബിറ്റ്വീൻ എർത്ത് ആൻഡ് ഈതർ. അങ്ങനെയാണെങ്കിൽ എർത്തിൻ്റെ ഡയറക്ഷൻ മാറുന്നതിനനുസരിച്ചിട്ട് തന്നെ ലൈറ്റിൻ്റെ സ്പീഡിന് ഓരോ ഡയറക്ഷനിലും ഓരോരോ വില ആയിരിക്കണം ഉണ്ടാവേണ്ടത്. ഒരു ലൈറ്റിൻ്റെ വെലോസിറ്റി ഡിഫറൻസ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അന്നേരം അതാണ് മൈക്കിൾസൺ മോർലി എക്സ്പെരിമെൻറ്റിലൂടെ അവരുടെ ഒബ്ജക്റ്റീവ് അതായിരുന്നു. ഇനി നമുക്ക് നോക്കേണ്ടത് ഈ മൈക്കിൾസൺ മോർലി എക്സ്പെരിമെൻ്റ് അപ്പാരറ്റസിനെ പറ്റിയിട്ടാണ്. ഈ അപ്പാരറ്റസിനെ നമ്മൾ മൈക്കിൾസൺ മോർലി ഇൻ്റർഫെറോമീറ്റർ എന്നാണ് വിളിക്കുന്നത്. ഈ ഫിഗറിൽ കാണിച്ചിട്ടുള്ളത് അതിൻ്റെ ഒരു ബ്ലോക്ക് ഡയഗ്രാമാണ് കാണിച്ചിട്ടുള്ളത്. നോക്കി തന്നെ ക്ലിയർ ആണ്. എസ് എന്നും പറയുന്നത് ഒരു സോഴ്സ് ആണ്. പിന്നെ ഒരു കൺവേർജിങ് ലെൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ പി ഡാഷ് എന്നും പറഞ്ഞിട്ട് രണ്ട് ഗ്ലാസ് പ്ലേറ്റുകളുണ്ട്. പിന്നെ M1 എന്നും M2 എന്നും പറഞ്ഞിട്ട് രണ്ട് മിററുകളുണ്ട്, റിഫ്ലക്റ്റിംഗ് മിററുകളുണ്ട്. പിന്നെ T എന്നും പറഞ്ഞിട്ട് ഒരു ടെലസ്കോപ്പ് ഉണ്ട്. ലൈറ്റിനെ റിഫ്ലക്റ്റ് ചെയ്ത് വരുന്ന ലൈറ്റിനെ ഒബ്സർവ് ചെയ്യാനായിട്ടൊരു ടെലസ്കോപ്പും ഉണ്ട്. The light from a source is split into two beams by a half silvered plate P. One beam travel to mirror M1 and the other to mirror M2. അന്നേരം ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇതൊരു സോഴ്സ് ഓഫ് ലൈറ്റ്, ഒരു മോണോക്രോമാറ്റിക് ലൈറ്റ്, ലാംഡ വേവ് ലെങ്ത് ഉള്ള മോണോക്രോമാറ്റിക് ലൈറ്റിനെ എമിറ്റ് ചെയ്യുന്ന ഒരു സോഴ്സ് ഓഫ് ലൈറ്റ് ആണ് എസ് എന്ന് പറയുന്നത്. അതിൽ നിന്ന് വരുന്ന ലൈറ്റ് എന്ന് പറയുന്നത് ഒരു ഹാഫ് സിൽവേർഡ് പ്ലേറ്റിൽ വന്നിടിച്ച്, ഈ പി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പകുതി വെള്ളി പൂശിയിട്ടുള്ള ഒരു പ്ലേറ്റിൽ വന്നിടിച്ചിട്ട് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. ഒരു ബീം എന്ന് പറയുന്നത് M1 എന്ന് പറയുന്ന മിററിലേക്കും അടുത്ത ബീം എന്ന് പറയുന്നത് M2 എന്ന് പറയുന്ന മിററിലേക്കുമാണ് പോകുന്നത്. The beams are reflected by M1 and M2 and are recombined again after passing through P. ഇനി ഈ M1ൽ നിന്ന് ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്ത് വരുന്നു, M2വിൽ നിന്ന് ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്ത് വരുന്നു. ബീം 1ഉം ബീം 2ഉം ഇവ രണ്ടുപേരൂടെ Pയിലൂടെ പാസ് ചെയ്ത് വീണ്ടും എന്ത് ചെയ്യുന്നു? മെർജ് ചെയ്യുന്നു, ഒന്നിച്ചാകുന്നു. ബീം 2 ഗോസ് ത്രൂ ദ പ്ലേറ്റ് P3 ടൈംസ്. ഈ പ്ലേറ്റ് Pയിലൂടെ ബീം 2, രണ്ടാമത്തെ ബീം എന്ന് പറയുന്നത് 3 തവണ ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്. കാര്യം ഒന്ന് മുകളിലേക്ക്, താഴേക്ക്, പിന്നെ ടെലസ്കോപ്പിലോട്ട് വരുന്നത്. പക്ഷേ ബീം 1 എന്ന് പറയുന്നത് ഒറ്റ തവണ മാത്രമായിരിക്കും ഈ Pയിലൂടെ ട്രാവൽ ചെയ്യുന്നത്. അവിടെ ഈ രണ്ട് ബീമുകൾക്കും, ബീം 1നും ബീം 2നും എന്തുണ്ടായി? ഒരു പാത്ത് ഡിഫറൻസ് ഉണ്ടായിട്ടുണ്ടല്ലേ. ഈ പാത്ത് ഡിഫറൻസ് ഓവർകം ചെയ്യാനായിട്ട് ബീം 1ൻ്റെ വഴിയിൽ നമ്മൾ എങ്ങനെയാണോ ഈ P എന്ന് പറഞ്ഞിട്ടുള്ള ഹാഫ് സിൽവേർഡ് ഗ്ലാസ് പ്ലേറ്റ് വെച്ചേക്കുന്നത്, അതേപോലെ P ഡാഷ് എന്ന് പറഞ്ഞ് പുതിയൊരു ഗ്ലാസ് പ്ലേറ്റിനെ നമ്മൾ അവിടെ വെക്കുന്നുണ്ട്. ബീം 1 വരുന്ന വഴിക്ക് വെക്കുന്നുണ്ട്. ബീം 1ഉം ഒരു ഗ്ലാസ് പ്ലേറ്റിലൂടെ 3 തവണ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? കൃത്യമായ രീതിയിൽ പാസ് ചെയ്യുന്നുണ്ട്. ഹെൻസ് to make the optical path of the two beams equal, a compensating plate, ഈ P ഡാഷിനെയാണ് നമ്മൾ compensating plate എന്ന് പറയുന്നത്, is placed in the path of beam 1. ബീം 1ൻ്റെ പാത്തിൽ നമ്മളൊരു കോമ്പൻസേറ്റിംഗ് പ്ലേറ്റ് P ഡാഷും കൂടെ വെക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? ബീം 1ൻ്റെയും ബീം 2ൻ്റെയും ഒപ്റ്റിക്കൽ പാത്ത് സെയിം ആക്കാനായിട്ട്. beam 1 and 2 arrive at the telescope T and produce interference fringes. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? ബീം 1ഉം ബീം 2ഉം നമ്മുടെ ടെലസ്കോപ്പിലേക്ക് ഒരേ സമയം എത്തിച്ചേരുന്നുണ്ട്. അങ്ങനെ രണ്ട് ലൈറ്റ് വേവുകൾ എങ്ങനെ കൊഹറൻസ് ആയിട്ടുള്ള പാത്ത് സെയിം ആണെങ്കിൽ അവർ കൊഹറൻറ്റ് ബീമാണെന്ന് പറയാം. രണ്ട് കൊഹറൻറ്റ് ബീമുകൾ ഇൻ്റർഫിയർ ചെയ്യുന്നുണ്ട്. If the optical path length of the beam are exactly equal, constructive interference occurs leading to a bright fringe.
അന്നേരം ഈ ഒപ്റ്റിക്കൽ പാത്ത് ലെങ്ത് രണ്ടുപേർക്കും തുല്യമാണെങ്കിൽ അവിടെ എങ്ങനെയുള്ള ഇന്റർഫറൻസ് നടക്കത്തുള്ളൂ? കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും, ഇന്റർഫറൻസ് എന്ന് പറയുന്നത് രണ്ട് രീതിയിലാണ്. ഇന്റർഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് ലൈറ്റ് വേവുകൾ കൂടിച്ചേരുന്ന ഫിനോമിനെയാണ് നമ്മൾ ഇന്റർഫറൻസ് എന്ന് പറയുന്നത്. അത് കൺസ്ട്രക്റ്റീവും ആവാം ഡിസ്ട്രക്റ്റീവും ആവാം. ഇപ്പം ഫോർ എക്സാമ്പിൾ രണ്ട് വേവുകളുടെ ക്രസ്റ്റുകൾ കൂടിച്ചേർന്നാൽ വലിയൊരു ക്രസ്റ്റ് ഉണ്ടാവും. ഒരു ക്രസ്റ്റും ഒരു ട്രഫും ആണെങ്കിൽ അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് കുറയത്തല്ലേ ഉള്ളൂ, അതിൻ്റെ ഉയരം കുറയത്തല്ലേ ഉള്ളൂ. അങ്ങനെ പാത്ത് ലെങ്ത് സെയിം ആണെങ്കിൽ അവിടെ കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് ആയിരിക്കും ഉണ്ടാവുന്നത്. If one mirror is moved a distance 1/4 which correspond to a path difference of 1/2 between the beam. ഇനി നമുക്ക് M1 M2 ഏതെങ്കിലും ഒരു മിററിനെ ഞാനൊരു 1/4 ഡിസ്റ്റൻസിലേക്ക് നീക്കുകയാണ്. ഇപ്പം വെച്ചിരിക്കുന്നതിനെക്കാട്ടിൽ ഒരു കാൽ ഭാഗം കൂടെ അങ്ങോട്ട് മാറ്റി വെക്കുകയാണെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും? പാത്ത് ഡിഫറൻസ് 1/2 ആയിരിക്കും. അങ്ങനെ പാത്ത് ഡിഫറൻസ് 1/2 ആണെങ്കിൽ ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് ആയിരിക്കും ഉണ്ടാവുന്നത്. അതായത് ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഈ മിററുകളുടെ സ്ഥാനം മാറുന്നതിനനുസരിച്ച് ഇന്റർഫറൻസിന്റെ രീതി മാറുന്നു. നമുക്ക് ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസും കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസും മാറി മാറി കിട്ടും. ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് ആണെങ്കിൽ നമുക്ക് ഡാർക്ക് ഫ്രിഞ്ചും, അതായത് ഡാർക്ക്നെസ്സും, കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് ആണെങ്കിൽ നമുക്ക് ബ്രൈറ്റ് ഫ്രിഞ്ചും ആയിരിക്കും കിട്ടുന്നത്. ബൈ മൂവിങ് വൺ ഓഫ് ദ മിറർ ദ ഫ്രിഞ്ച് സിസ്റ്റം ക്യാൻ ബി മെയ്ഡ് ടു മൂവ് പാസ്റ്റ് എ ക്രോസ് വയർ വിച്ച് സെർവ്സ് ആസ് ദ റെഫറൻസ് മാർക്ക്. ഇനി ഞാൻ ഈ ടെലസ്കോപ്പിൽ കൂടെ നോക്കിക്കൊണ്ട് തന്നെയാണ് ഈ മിറർ ഇങ്ങനെ മാറ്റുന്നത്. അങ്ങനെ മിറർ മാറ്റി മാറ്റി എനിക്ക് എന്ത് കിട്ടും? ആദ്യം ബ്രൈറ്റ്, പിന്നെ ഡാർക്ക്, വീണ്ടും ബ്രൈറ്റ്, പിന്നെ ഡാർക്ക്, ആ രീതിയിലുള്ള ഓൾട്ടർനേറ്റ് ഫ്രിഞ്ച് പാറ്റേൺ എനിക്ക് കിട്ടും. ആ ഫ്രിഞ്ച് പാറ്റേൺ ഞാൻ ഈ ടെലസ്കോപ്പിലൂടെ ഒബ്സർവ് ചെയ്യുന്നു. അതായത് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ആ ഒരു ഇന്റർഫെറോമീറ്റർ ഉപയോഗിച്ച് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ. ഇനി ഇതിന്റെ സീസണൽ അല്ലെങ്കിൽ പ്ലേസിലുള്ള വ്യത്യാസം നമ്മൾ നോക്കാൻ പോകുന്നത്. ലെറ്റ് ദ എർത്ത് ബി മൂവിങ് ടു ദ റൈറ്റ് വിത്ത് എ വെലോസിറ്റി v വിത്ത് റെസ്പെക്ട് ടു ദ സ്റ്റേഷനറി ഈതർ. അന്നേരം എർത്ത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് v വെലോസിറ്റിയിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഓർക്കണം, നമ്മുടെ ഈതർ സ്റ്റേഷനറിയാണ്. മൈക്കിൾസൺ അറേഞ്ച്ഡ് ദ ഇന്റർഫെറോമീറ്റർ ഇൻ സച്ച് എ വേ ദാറ്റ് PM1, സോ നിങ്ങൾക്ക് നോക്കിയാൽ ക്ലിയർ ആവും, PM1 ഈസ് പാരലൽ ടു ദ ഡയറക്ഷൻ ഓഫ് v. അന്നേരം ഇതാണ് നമ്മുടെ വെക്റ്റർ v എന്ന് പറയുന്നത്. ഈ വെക്റ്റർ vക്ക് പാരലായിട്ടാണ് ഏത് ആം വെച്ചേക്കുന്നത്? നമ്മുടെ PM1 എന്ന് പറയുന്ന ആം വെച്ചിരിക്കുന്നത്. സോ v ഇങ്ങോട്ടാണ്. സോ v എന്ന് പറയുന്ന വെക്റ്റർ എന്ന് പറയുന്നത് റൈറ്റിലേക്കാണ്. PM1 എന്ന് പറയുന്ന ആം എന്ന് പറയുന്നതും റൈറ്റിലേക്കാണ്. സോ വെക്റ്റർ വിയും PM1 എന്ന് പറയുന്ന ആമും പാരലാണ്. ആ രീതിയിൽ മൈക്കിൾസൺ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. To reduce mechanical vibration, the interferometer was mounted on a larger stone that floated in a tank of mercury. ഇനിയിപ്പോൾ ഇങ്ങനെ നമ്മൾ ഇതിൻ്റെ പല ആമുകളൊക്കെ അല്ലേ, ടെലിസ്കോപ്പുകളൊക്കെ അല്ലേ, അവിടെ മെക്കാനിക്കലായിട്ടുള്ള മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാനായിട്ട് നമ്മൾ ഒരു മെർക്കുറി എടുത്തിരിക്കുന്ന ഒരു ബീക്കറിൽ ഇതിനെ ഫ്ലോട്ട് ചെയ്തിരിക്കുകയാണ്. ആ രീതിയിലാണ് നമ്മളിതിനെ അറേഞ്ച് ചെയ്തിരിക്കേണ്ടത്. ശ്രദ്ധിക്കേണ്ട കാര്യം, PM1 എന്ന് പറയുന്നത് നമ്മുടെ വേവിന് അല്ലെങ്കിൽ ലൈറ്റിൻ്റെ വെലോസിറ്റിക്ക് വിക്ക് പാരലായിട്ടായിരിക്കണം അറേഞ്ച് ചെയ്യേണ്ടത്. ഇനി നമുക്കിതിൻ്റെ തിയറി പാർട്ടാണ് വരുന്നത്. ടു സ്റ്റാർട്ട് വിത്ത് ദ മിറേഴ്സ് M1 ആൻഡ് M2 ആർ സെറ്റ് സച്ച് ദാറ്റ് PM1 ഈക്വൽ ടു PM2 ഈക്വൽ ടു D. PM1ൻ്റെ അല്ലെങ്കിൽ P മുതൽ M1 വരെയുള്ള അകലവും P മുതൽ M2 വരെയുള്ള അകലവും തുല്യമായിട്ട് എടുത്തു, D. If the apparatus is stationary in either, the two waves take the same time to return to the telescope and hence meet in the same phase. ഈ നമ്മുടെ അപ്പാരറ്റസ് റെസ്റ്റിലാണെങ്കിൽ എന്ത് സംഭവിക്കും? രണ്ട് വേവുകൾക്കും beam1നും beam2നും ഒരേ സമയം കൊണ്ട് മാത്രമേ ടെലസ്കോപ്പിലേക്ക് എത്തിച്ചേരാനായിട്ട് പറ്റത്തുള്ളൂ. പക്ഷേ അപ്പാരറ്റസ് റെസ്റ്റിലല്ല, നമ്മൾ പറഞ്ഞു v വെലോസിറ്റിയിൽ നമ്മുടെ അപ്പാരറ്റസ് മൂവ് ചെയ്യുകയാണ്. അന്നേരം എന്താ സംഭവിക്കുന്നത്? beam1നെക്കാട്ടിൽ കുറച്ചും കൂടെ സമയത്തിന് ശേഷമായിരിക്കും beam2 വരുന്നത്. അതായത് beam1നും beam2നും ഇടയ്ക്ക് ഒരു ടൈം ഡിഫറൻസ് ഉണ്ടാവും. The time required by the two waves for their to and fro journey through the same distance will not be equal. ഒരേ ദൂരമാണ് രണ്ടുപേരും, PM1ഉം PM2ഉം D ആണ് ദൂരമെങ്കിൽ പോലും രണ്ട് വേവുകൾക്കും രണ്ട് സമയമായിരിക്കും നമ്മുടെ ടെലസ്കോപ്പിലേക്ക് എത്താൻ വേണ്ടുന്ന. കാര്യം എന്താ? നമ്മുടെ ഇന്റർഫെറോമീറ്റർ v വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് വി കൺസിഡർ beam1 ആണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ട്രാവൽ പാരലൽ ടു ദ വെലോസിറ്റി v. വിക്ക് പാരലായിട്ട് beam1 ട്രാവൽ ചെയ്യുകയാണ്. ദ ട്രാൻസ്മിറ്റഡ് വേവ് ട്രാവൽസ് ടുവേർഡ്സ് M1 വിത്ത്
റിലേറ്റീവ് വെലോസിറ്റി സി മൈനസ് വി. അതിപ്പോൾ രണ്ടും ഒരേ ദിശയിലാണെങ്കിൽ നമ്മൾ റിലേറ്റീവ് വെലോസിറ്റി പഠിച്ചു അല്ലേ? ലൈറ്റ് അങ്ങോട്ട്, അപ്പാരറ്റസ് വി വെലോസിറ്റിയും റൈറ്റിലോട്ട്, രണ്ടും റൈറ്റ് ഡയറക്ഷനിലായതുകൊണ്ട് സി മൈനസ് വി ആയിരിക്കും വെലോസിറ്റി. ഇനി തിരിച്ച് നമ്മുടെ ഗ്ലാസ് പ്ലേറ്റ് പിയിലേക്ക് വരുമ്പോഴോ, അതായത് ബീം വൺ എം വണ്ണിന് അടുത്തോട്ട് പോകുമ്പോഴത്തേക്ക് സി മൈനസ് വി വെലോസിറ്റി റിലേറ്റീവ് വെലോസിറ്റി. ഇനി വെലോസിറ്റി ഓഫ് എം വൺ വിത്ത് റെസ്പെക്ട് ടു എന്ത് നമ്മുടെ അപ്പാരറ്റസ് വെൻ ട്രാവലിംഗ് ടുവേർഡ്സ് പി, പിയിലേക്ക് റിട്ടേൺ ചെയ്യുന്ന സമയത്ത്, തിരിച്ചു വരുന്ന സമയത്ത് സി പ്ലസ് വി, രണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ട് സി പ്ലസ് വി. സോ സി മൈനസ് വി അങ്ങോട്ട്, സി പ്ലസ് വി ഇങ്ങോട്ട്. റിലേറ്റീവ് വെലോസിറ്റി ആണ്, ഇൻഡിവിജ്വൽ വെലോസിറ്റി അല്ല, റിലേറ്റീവ് വെലോസിറ്റി ഓഫ് ലൈറ്റ് വിത്ത് റെസ്പെക്ട് ടു അപ്പാരറ്റസ്. സോ നമുക്ക് ഈ ഒരു ഫുൾ റൗണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ടു ആൻഡ് ഫ്രോ മോഷൻ വേണ്ടുന്ന ടോട്ടൽ ടൈം ബി വണ്ണിൻ്റെ ആയതുകൊണ്ട് ടി വൺ എന്ന് വിളിക്കുകയാണ്. നമുക്കറിയാം എന്താ ടൈം എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ വെലോസിറ്റി അല്ലേ? വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം ആയതുകൊണ്ട് ടൈം ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ വെലോസിറ്റി ആയിരിക്കും. സോ അങ്ങോട്ട് പോകുമ്പം ഡി ബൈ സി മൈനസ് വി, ഇങ്ങോട്ട് വരുമ്പം ഡി ബൈ സി പ്ലസ് വി. സോ എൽ സി എം ഒക്കെ എടുത്ത് ചെയ്യുമ്പോഴത്തേക്ക് ടു സി ഡി ബൈ സി സ്ക്വയർ മൈനസ് വി സ്ക്വയർ. എന്താ എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി വരുമ്പോൾ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മൊത്തത്തിലൊരു സി അങ്ങ് വെളിയിലെടുത്തു, മേളത്തെ സിയും താഴത്തെ സിയുടെ വെട്ടിക്കളഞ്ഞു. ടു ഡി ബൈ സി ഇൻറ്റു വൺ മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ. സി അകത്തോട്ട് ഗുണിച്ച് നോക്കിയാൽ മതി. സി മൈനസ് എന്ത് വരും? സി മൈനസ് സി വി സ്ക്വയർ ബൈ സി സ്ക്വയർ എന്ന് വരും. മൊത്തത്തിൽ ഒരു സി വെച്ച് വെട്ടുമ്പോൾ നമുക്കത് കിട്ടിക്കുള്ളൂ. സോ ടി വൺ എന്ന് പറയുന്നത് ടു ഡി ബൈ സി ഇൻറ്റു വൺ മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ. ഇനി നമുക്ക് ആരുടെ കാര്യം നോക്കണ്ട? ബീം ടുവിൻ്റെ കാര്യം നോക്കണം അല്ലേ? ബീം ടു എന്ന് പറയുന്നത് മുകളിലും താഴേക്കുള്ളത്. ദ ടൈം ടേക്കൺ ബൈ ബീം ടു ടു ട്രാവൽ ഫ്രം എം ടു ആൻഡ് ബാക്ക് ഈസ്. അന്നേരം അത് കാണിക്കുന്ന ഒരു ഫിഗറാണ് കൊടുത്തേക്കുന്നത്. പിയിൽ നിന്ന് തട്ടി എം ടുവിലേക്ക് പോകുന്നു, എന്നിട്ട് തിരിച്ച് പി ഡാഷിലേക്ക് വരുന്നു. അതായത് നമ്മൾ പറഞ്ഞു അല്ലേ, എം ടു ഞാൻ മാറ്റിക്കൊണ്ടിരിക്കുകയല്ലേ, എം ടു ഒരിക്കലും ഒരിടത്തല്ലല്ലോ വെച്ചേക്കുന്നത്. മാത്രമല്ല വെലോസിറ്റിക്ക് വ്യത്യാസം ഉള്ളതുകൊണ്ട്, അതായത് ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഇൻ്റർഫെറോമീറ്റർ വി വെലോസിറ്റിയിൽ റൈറ്റിലേക്ക് ട്രാവൽ ചെയ്യുക. ഒരു എം ടുവിൻ്റെ പൊസിഷൻ എന്ത് സംഭവിക്കും? മാറ്റം വരും. സോ പിയിൽ നിന്ന് സഞ്ചരിക്കുന്ന ലൈറ്റ് എല്ലായ്പ്പോഴും ഈ എം ടുവിലല്ല, പിന്നെ കുറച്ച് കഴിയുമ്പം എം ടു ഡാഷിലേക്ക് വന്നിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. കാര്യം എന്താ? മിറർ നീങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണ് അല്ലേ? സോ ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അതിന് വേണ്ടുന്ന ദൂരം, ആ ഒരു ആവറേജ് അല്ലെങ്കിൽ റിസൾട്ടൻ്റ് വെലോസിറ്റി എന്ന് പറയുന്നത് സി സ്ക്വയർ മൈനസ് വി സ്ക്വയർ ദ ഹോൾ റേസ് ടു 1/2 നമുക്ക് കിട്ടും. ഇവിടെ വി, ഇവിടെ സി, അത് പൈതഗോറസ് തിയറം എടുക്കുമ്പോൾ റൂട്ട് ഓഫ് സി സ്ക്വയർ മൈനസ് വി സ്ക്വയർ എന്ന് കിട്ടും. സോ ടി ടു എങ്ങനെ കണ്ടുപിടിക്കാം? ടോട്ടൽ ഡിസ്റ്റൻസ് അങ്ങോട്ട് ഡി ഇങ്ങോട്ട് ഡി. സോ ടു ഡി ഡിവൈഡഡ് ബൈ സി സ്ക്വയർ മൈനസ് വി സ്ക്വയർ ദ ഹോൾ റേസ് ടു 1/2. ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ വെലോസിറ്റി 2d ബൈ സി സ്ക്വയർ മൈനസ് വി സ്ക്വയർ ദ ഹോൾ റേസ് ടു 1/2. സി വെളിയിലെടുക്കുന്നു പഴയതുപോലെ, 2d ബൈ സി ഇൻറ്റു 1 മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ ദ ഹോൾ റേസ് ടു 1/2. അന്നേരം ടി വൺ എന്ന് പറയുന്നത് 2d ബൈ സി ഇൻറ്റു 1 മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയറും, ടി ടു എന്ന് പറയുന്നത് 2d ബൈ സി ഇൻറ്റു 1 മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ ദ ഹോൾ റേസ് ടു 1/2 ആണ് നമുക്ക് കിട്ടുന്നത്. രണ്ടും രണ്ട് സമയമാണ്. ഒരിടത്ത് റേസ് ടു 1 ആയിരുന്നെങ്കിൽ ഒരിടത്ത് റേസ് ടു 1/2 ആണ്. സോ ടൈം ഡിഫറൻസ് കണ്ടുപിടിക്കാമല്ലോ, രണ്ടുകൂടെ മൈനസ് ചെയ്താൽ മതി. 2d ബൈ സി വെളിയിലെടുക്കാം. ഇനി ഡിവൈഡഡ് ബൈ 1 മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ അല്ലേ, റേസ് ടു -1 കൊടുക്കാം. ഇവിടെ ഡിവൈഡ് ബൈ റേസ് ടു 1/2 ആയതുകൊണ്ട് റേസ് ടു -1/2 കൊടുക്കാം. സോ 1 മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ ദ ഹോൾ റേസ് ടു -1 മൈനസ് 1 മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ ദ ഹോൾ റേസ് ടു -1/2. ഇനി നമ്മൾ ബൈനോമിയൽ തിയറം അപ്ലൈ ചെയ്യുകയാണ്. ബൈനോമിയൽ തിയറം അപ്ലൈ ചെയ്തിട്ട് ആദ്യത്തെ ടേമുകൾ മാത്രം എടുക്കുകയാണ്. സോ ഇതിനെ എങ്ങനെ മാറ്റി എഴുതാം? 1 പ്ലസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ എന്നും ഇവിടെ 1 പ്ലസ് വി സ്ക്വയർ ബൈ 2 സി സ്ക്വയർ എന്ന് നമുക്ക് എഴുതാനായിട്ട് പറ്റും. അത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് കുറച്ച് ടേം 1ഉം 1ഉം കട്ട് ചെയ്ത് പോയി. ബാക്കി ഇവിടെ നിലനിൽക്കുന്ന ടേമുകൾ രണ്ടുകൂടെ എഴുതുമ്പോഴത്തേക്ക് വി സ്ക്വയർ ബൈ സി സ്ക്വയർ മൈനസ് വി സ്ക്വയർ ബൈ 2 സി സ്ക്വയർ, അതായത് 1 വി സ്ക്വയർ ബൈ സി സ്ക്വയറിൽ നിന്ന് ഹാഫ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ കുറയ്ക്കുമ്പം 2d ബൈ സി ഇൻറ്റു വി സ്ക്വയർ ബൈ സി സ്ക്വയർ ഈക്വൽ ടു ഡി വി സ്ക്വയർ ബൈ സി ക്യൂബ് എന്ന് കിട്ടി. അതായത് ബീം 1ഉം ബീം 2ഉം തമ്മിലുള്ള ടൈം ഡിഫറൻസ് എന്ന് പറയുന്നത് ഡിപ്പെൻഡ്സ് ഓൺ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ നമ്മുടെ ഗ്ലാസ് പ്ലേറ്റ് ആൻഡ് മിറർ, വെലോസിറ്റി ഓഫ് ദ ഇൻ്റർഫെറോമീറ്റർ ആൻഡ് വെലോസിറ്റി ഓഫ് ലൈറ്റ്. സോ ഡെൽറ്റ ടി ഈക്വൽ ടു ഡി വി സ്ക്വയർ ബൈ സി ക്യൂബ് എന്ന് നമുക്ക് കിട്ടും.
ഇനി നമുക്ക് എന്ത് പറയാം, ഈ വി ബൈ സി എന്ന് പറഞ്ഞാൽ ഒന്നിനേക്കാൾ വളരെ ചെറുതല്ലേ. സോ ബൈനോമിയൽ എക്സ്പാൻഷൻ അനുസരിച്ചിട്ട് ഡെൽറ്റ എൻ എന്ന് പറയുന്നത് പാത്ത് ഡിഫറൻസ് ബൈ വേവ് ലെങ്ത് ആയിരിക്കും. പാത്ത് ഡിഫറൻസ് ഇപ്പം കണ്ടുപിടിച്ചല്ലോ, 2d വി സ്ക്വയർ ബൈ സി സ്ക്വയർ ബൈ വേവ് ലെങ്ത് ലാംഡയാണ്. സോ 2d വി സ്ക്വയർ ബൈ സി സ്ക്വയർ ലാംഡ നമുക്ക് കിട്ടി. ഇനിയിപ്പം വി 0 ആണെങ്കിൽ നമുക്ക് ഡി ടി എന്തെന്ന് കിട്ടും, ഡി ടി ആൻഡ് ദ ടു ബീംസ് ടേക്ക് ദ സെയിം ടൈം. ഡി ടി ഈക്വൽ 0 ആണ്. സോ രണ്ട് ബീമുകൾക്ക്, അതായത് ഇപ്പം ഇത്രയേ ഉള്ളൂ നമ്മൾ ആദ്യം പറഞ്ഞ കാര്യം, ഈതർ റെസ്റ്റിലാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ അപ്പാരറ്റസ് റെസ്റ്റിലാണെങ്കിൽ വി ഈക്വൽ 0 ആണ്. സോ ബീം 1നും ബീം 2നും ടെലസ്കോപ്പിലേക്ക് വരാൻ സെയിം ടൈം ആയിരിക്കും വേണ്ടുന്നത്. വെലോസിറ്റി 0 ആണെങ്കിൽ രണ്ട് ബീമും ഒരേ സമയത്ത് എത്തിച്ചേരുന്നത് നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പക്ഷേ അങ്ങനെ ഇൻ്റർഫെറോമീറ്റർ റെസ്റ്റിലല്ല, അതുകൊണ്ട് നമുക്ക് വെലോസിറ്റി അങ്ങനെ 0 ആക്കി എടുക്കാനും പറ്റത്തില്ല. ഓക്കെ, സോ ഇത് ജസ്റ്റ് അതിൻ്റെ ഫ്രിഞ്ച് വിഡ്ത്ത് കണ്ടുപിടിക്കുന്ന ഒരു ഇക്വേഷൻ, ഒരു എക്സാമ്പിൾ ആണ്. സോ ഈ ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്, നിങ്ങളിത് നോക്കിക്കൊള്ളുക. ഇനി ഇവിടുത്തെ നെഗറ്റീവ് റിസൾട്ട് എന്തൊക്കെയാണ്, ഇവിടെ ഉണ്ടായ മിസ്റ്റേക്കുകൾ എന്തൊക്കെയാണെന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. മൂവിങ് എർത്ത് ഡ്രാഗ്ഡ് എ ലിറ്റിൽ ഈതർ വിത്ത് ഇറ്റ് സെൽഫ്. അന്നേരം എന്താ സംഭവിച്ചത്, എർത്ത് മൂവ് ചെയ്യുമ്പം ഒരിക്കലും ഈ ഈതറിന് റെസ്റ്റ് ചെയ്യിക്കാൻ പറ്റത്തില്ല. അത് എർത്ത് ചെറിയ തോതിലെങ്കിലും ഈതറിനെയും കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ഡ്രാഗ് ചെയ്യുന്നുണ്ട്. സോ ദെയർ വാസ് നോ റിലേറ്റീവ് മോഷൻ ബിറ്റ്വീൻ ഈതർ ആൻഡ് എർത്ത് ആൻഡ് ഹെൻസ് നോ ഷിഫ്റ്റ്. ഒരു എർത്തും ഈതറും തമ്മിൽ ഒരു റിലേറ്റീവ് മോഷൻ കാണത്തില്ല അല്ലേ, രണ്ട് മൂവ് ചെയ്യുകയാണെങ്കിൽ. അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ ഒരു ടൈം ഷിഫ്റ്റ് ഒബ്സർവ് ചെയ്യാൻ പറ്റത്തില്ല. സിൻസ് ദ എർത്ത് മൂവ്സ് റൗണ്ട് ദ സൺ ഇൻ ഇറ്റ്സ് ഓർബിറ്റ് ഇൻ ഡിഫറെൻറ്റ് ഡയറക്ഷൻ, ഇറ്റ് വാസ് ആർഗ്യൂഡ് ദാറ്റ് ദെയർ ഈസ് നോ റിലേറ്റീവ് മോഷൻ ബിറ്റ്വീൻ ടു ആൻഡ് ഹെൻസ് നോ ഷിഫ്റ്റ്. ഇനി എർത്ത് നേരെയൊന്നും അല്ലല്ലോ, എപ്പോഴും സണ്ണിൻ്റെ ഓർബിറ്റിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. അതുകൊണ്ട് തന്നെ അവിടെ എന്ത് കാണത്തില്ല, റിലേറ്റീവ് മോഷൻ കാണത്തില്ലെന്നാണ് പറയുന്നത്. സോ റിലേറ്റീവ് മോഷൻ ഇല്ല എങ്കിൽ നമുക്ക് ഈ ഒരു ടൈം ഷിഫ്റ്റ് കണ്ടുപിടിക്കാനും പറ്റത്തില്ല. സോ ഇങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കുറച്ച് ഡൗട്ട് വന്നപ്പം അത് കൃത്യമായിട്ട് ഈ എക്സ്പെരിമെൻറ്റ് വെച്ചിട്ട് പറയാനായിട്ട് പറ്റിയില്ല. സോ ഈ ഒരു എക്സ്പെരിമെൻറ്റ് ഫെയിലിയർ ആണെന്ന് തന്നെ നമുക്ക് പറയാം. ഇനി അടുത്തത് ലോറൻസ് ഫിറ്റ്സ്ഗെറാൾഡ് ഹൈപ്പോത്തിസിസ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഹൈപ്പോത്തിസിസ് ആണ്. It was suggested that the dimensions of all bodies moving through either with velocity v get contracted by a factor root of 1 minus v square by c square. ലോറൻസ് ആൻഡ് ഫിറ്റ്സ്ഗെറാൾഡ് പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ഈതറിലൂടെ വി വെലോസിറ്റിയിൽ ട്രാവൽ ചെയ്യുന്ന ഏതൊരു വസ്തുവിൻ്റെയും വെലോസിറ്റി എന്ന് പറയുന്നത് റൂട്ട് ഓഫ് 1 മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ ആയിട്ട് റെഡ്യൂസ് ചെയ്യും. ഹെൻസ് ഇറ്റ് മേക്സ് ടൈംസ് t1 ആൻഡ് t2 ഈക്വൽ ഇൻ ദ എക്സ്പെരിമെൻറ്റ് ആൻഡ് ഹെൻസ് നോ ഷിഫ്റ്റ്. t1ഉം t2ഉം തുല്യമായിട്ട് മാറും, അതുകൊണ്ട് തന്നെ ടൈം ഷിഫ്റ്റ് ഒന്നും ഉണ്ടാവത്തില്ലെന്നാണ് ഈ ലോറൻസ് ഫിറ്റ്സ്ഗെറാൾഡ് ഹൈപ്പോത്തിസിസിലൂടെ അവർ പറഞ്ഞു വെച്ചിരിക്കുന്നത്. സോ പല സയൻറ്റിസ്റ്റുകൾ വന്നിട്ട് പല സമയത്ത് ചെയ്തു നോക്കിയപ്പോഴും അവർക്ക് ഇങ്ങനെ ടൈം ഷിഫ്റ്റ് ഒബ്സർവ് ചെയ്യാനായിട്ട് പറ്റി. പക്ഷേ അവർക്ക് ഈ കൃത്യമായ രീതിയിൽ മറ്റ് ചില ബേസിക് ആയിട്ടുള്ള അസംഷനുകൾ അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റിയില്ല. ഫസ്റ്റ് വേണമെന്ന് പറഞ്ഞാൽ ഡ്രാഗിങ്ങിൻ്റെ കാര്യമാണ്. ഡ്രാഗ് ചെയ്യുമ്പോൾ കുറച്ച് ഈതറും കൂടെ ഡ്രാഗ് ചെയ്യപ്പെടും. സോ ഈതർ റെസ്റ്റിലല്ല, അതുകൊണ്ട് റിലേറ്റീവ് മോഷൻ കാണത്തില്ല. പിന്നെ എർത്ത് സണ്ണിന് ചുറ്റും ഓർബിറ്റ് ചെയ്യുന്നതുകൊണ്ടും റിലേറ്റീവ് മോഷൻ കാണത്തില്ല. പിന്നെ ലോറൻസ് ഫിറ്റ്സ്ഗെറാൾഡ് ഹൈപ്പോത്തിസിസും. സോ ഇത്രയും കാര്യങ്ങളാണ് ഈ മൈക്കിൾസൺ മോർലി എക്സ്പെരിമെൻറ്റിനകത്ത് നമുക്ക് നോക്കാനുള്ളത്.